സാറേ ഇത്തവണ ഓണപരിപാടി ഉണ്ടാവുമല്ലോ. എന്താടാ ഇതിനു മുമ്പ് ഇവിടെ ഓണപരിപാടി ഇല്ലായിരുന്നോ? സാറേ ഈ സ്കൂളിൽ പുതിയതായോണ്ടാ. സാറിന്റെ ആദ്യത്തെ ഓണമില്ലേ ഈ സ്കൂളിലെ, അതുകൊണ്ടാ സാർ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. നീ എന്തോ ഈ പറയുന്നേ? സാറേ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത്തവണയെങ്കിലും ഒരു നല്ല ഓണപരിപാടി കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എടാ കഴിഞ്ഞ കൊല്ലം ഒന്നും ഇവിടെ ഓണപരിപാടി ഇല്ലായിരുന്നോ? അല്ല ആരാണ്ടൊക്കെ പറയുന്ന കേട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇല്ലായിരുന്നു എന്ന് പറയുന്നതാ. നീ ഒന്ന് തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറേ രാവിലെ 8 മണിയാകുമ്പോൾ ഒരു അത്തപ്പൂക്കളിടും. സ്കൂൾ മൊത്തത്തിന് വേണ്ടി ഒരു അത്തപ്പൂക്കളം. അവിടെ ഇവിടെ കിടക്കുന്ന പോച്ച എല്ലാം കൂടെ പറഞ്ഞ് ടീച്ചർമാർ ഒരു വൃത്തികെട്ട പൂക്കളം ഇടും. ഇത് കാണാൻ വേണ്ടി പിള്ളേരെ വരിയായിട്ട് കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിയ കലമൊക്കെ കൊണ്ടുവന്ന് പ്രിൻസിപ്പാളിന്റെ തല്ലി പൊട്ടിരും. ഇത് ചുറ്റും ഇരുന്ന് നമ്മൾ കണ്ടോണം. പിന്നെ റേഷനിൽ വെച്ച ഒരു പായസം. ഇതാ സാറേ ഇവിടുത്തെ ഓണം. പിന്നെ പിരിവ് 100 രൂപ. ഇതിന് പിരിവുണ്ടായിരുന്നു സാറേ? അതൊക്കെ പോട്ടെ, യൂണിഫോം ഇടാതെ ഗേറ്റിനകത്തോട്ടും കേട്ടത്തില്ല. ഓഹോ സാറ് വന്നേ പിന്നെ ഞങ്ങൾ പീറ്റിക്കൊക്കെ ഇറങ്ങി തുടങ്ങിയത്. അപ്പൊ ഈ ഓണപരിപാടി സാറ് നല്ല രീതിയിൽ നടത്തുമെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് സാറിനോട് വന്ന് പറഞ്ഞത്. നിങ്ങൾ പേടിക്കണ്ട, ഈ ഓണം നമ്മൾ ഗംഭീരമാക്കും. എന്താ? അത് മതി സാറേ, സാറ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. പിന്നെ സാറേ ഇവിടെ ഇട്ടോണ്ട് വരാൻ ഞാൻ ഒരു പുതിയ മുണ്ട് ഷർട്ടും എടുത്തോട്ടെ. നീ എടുത്തോടാ, അന്ന് ഇവിടെ യൂണിഫോം ഇട്ടോണ്ട് വരുന്നവന്മാരെ ഞാൻ കേട്ടത്തില്ല. എന്താ പോരായോ? സുശീല ടീച്ചറെ, ഓണപരിപാടിയുടെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി? സാറേ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഈ പരിപാടിയൊക്കെ നടത്തുമ്പോഴേ മത്സരമായിട്ട് നടത്തണം. അത് ഈ 9 ഒരു ടീം 10 ഒരു ടീം അങ്ങനല്ല, ഓരോ ഡിവിഷനും ഓരോ ടീമും അങ്ങനെ വേണം നടത്താൻ. എന്താ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതിനകത്ത് ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. അയ്യോ ടീച്ചറെ, ഞാൻ ഉപദേശിക്കാൻ വന്നൊന്നുമല്ല. ആ ടീച്ചർ സെറ്റ് ചെയ്ത ആ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഒന്ന് പറയാവോ? അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. എനിക്ക് സാറേ കേട്ടോ, രാവിലെ 8 മണി തൊട്ട് 11 മണി വരെ അത്തപ്പൂക്കള മത്സരം. സാറേ ഇടയ്ക്ക് കയറാതെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ. രാവിലെ 8 മണി തൊട്ട് 11 മണി വരെ 8ാം ക്ലാസ്സിന്റെ സ്പെഷ്യൽ ക്ലാസ് എന്റെ. 11 മണി തൊട്ട് 1 മണി വരെ 9ാം ക്ലാസ്സിന് സ്പെഷ്യൽ ക്ലാസ്, അതും എന്റെ. ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 4 മണി വരെ 10ാം ക്ലാസ്സിന് സ്പെഷ്യൽ ക്ലാസ്, അതും എന്റെ തന്നെ. എന്തോ ടീച്ചർ, ഇതൊക്കെയാണ് ഓണപരിപാടി എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നതാണോ? ഇതൊന്നും മര്യാദയല്ലേ? സാർ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നില്ലേ ഓണപരിപാടിയുടെ ചുമതല എന്റെ മണ്ടയ്ക്ക് വെച്ചത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ പരിപാടി ഞാൻ നടത്തിയിരിക്കും. അത് ടീച്ചർ നടത്തിക്കോ. അപ്പൊ ഞാനും ഒരു കാര്യം തീരുമാനിച്ചു. അന്ന് ഞാനും ഇവിടെ ഒരു ഓണപരിപാടി നടത്തും. സാർ എന്ത് വേണമെങ്കിലും നടത്തിക്കോ. അപ്പൊ ഞാൻ എന്റെ ഓണപരിപാടിയുടെ കാര്യം പറയാം. രാവിലെ 8 മണി തൊട്ട് 11 മണി വരെ വമ്പിച്ച ചെണ്ടമേളം. 11 മണി തൊട്ട് 1 മണി വരെ ഓണപ്പാട്ട്. ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 4 മണി വരെ DJ. അന്ന് ഈ സ്കൂൾ ഇളകി മറിയും. ഫുൾ എന്റെ ചെലവ്. ഈ സ്കൂളിൽ ഒരു കുട്ടി മറക്കാത്ത ഓണമായിരിക്കും. ടീച്ചർ ക്ലാസ് എടുക്കുന്ന എനിക്കൊന്ന് കാണണം. ഇതിനകത്ത് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും?